നമസ്കാരം. കേരളത്തിൽ അടുത്തതായി നടക്കാനിരിക്കുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പ് സമാനതകളില്ലാത്ത രാഷ്ട്രീയ പോരാട്ടത്തിന് വേദിയാകുന്നു. സാധാരണ നിലയിൽ നിയമസഭയിലെ അംഗബലം വെച്ച് മുന്നണികൾ സീറ്റുകൾ പങ്കിടാറാണെങ്കിലും ഇത്തവണത്തെ കണക്കുകൾ ഇടതുമുന്നണിയെയും പ്രത്യേകിച്ച് CPM-നെയും മുൾമുനയിൽ നിർത്തുന്നതാണ്. 3 ഒഴിവുകളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ UDF-ന് 2 സീറ്റുകൾ ഉറപ്പാണെങ്കിലും മൂന്നാമത്തെ സീറ്റിൽ ഇടതുപക്ഷത്തിന് വിജയിക്കണമെങ്കിൽ BJP-യുടെ പിന്തുണ തേടേണ്ടി വരുമോ എന്ന ചോദ്യമാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ഉയരുന്നത്. കേരളത്തിൽ ഒരു രാജ്യസഭാ അംഗത്തിന് ജയിക്കാൻ നിലവിലെ സാഹചര്യത്തിൽ ആവശ്യമായത് 36 വോട്ടുകളാണ്. നിയമസഭയിലെ പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ പ്രതിപക്ഷമായ UDF-ന് 102 അംഗങ്ങളുടെ കരുത്തുണ്ട്. ഈ കണക്ക് വെച്ച് 2 അംഗങ്ങളെ ആധികാരികമായി വിജയിപ്പിക്കാൻ UDF-ന് നിഷ്പ്രയാസം സാധിക്കും. 2 പേരെ ജയിപ്പിച്ചു കഴിഞ്ഞാൽ ബാക്കി 30 വോട്ടുകൾ കൂടി UDF-ന്റെ പക്കൽ അധികമായി ഉണ്ടാകും. യഥാർത്ഥ പോരാട്ടം നടക്കുന്നത് ഇടതുമുന്നണി ലക്ഷ്യമിടുന്ന മൂന്നാമത്തെ സീറ്റിലാണ്. CPM നിയന്ത്രിക്കുന്ന ഇടതുപക്ഷത്തിന് നിലവിൽ 35 അംഗങ്ങളുടെ പിന്തുണയാണുള്ളത്. ഇതിൽ CPM-ന് 26 പേരും CPI-ക്ക് 8 പേരും RJD-ക്ക് ഒരാളുമാണുള്ളത്. ജയിക്കാൻ 36 വോട്ടുകൾ വേണമെന്നിരിക്കെ ഇടതുമുന്നണിക്ക് നിലവിലൊരു വോട്ടിന്റെ കുറവുണ്ട്. ഇവിടെയാണ് നിയമസഭയിലെ BJP-യുടെ 3 അംഗങ്ങൾ നിർണായക ശക്തിയായി മാറുന്നത്. ഇതിനൊപ്പം CPI-യുടെ ആവശ്യങ്ങൾക്കും CPM വഴങ്ങേണ്ടി വരും. BJP അംഗങ്ങൾ ആർക്ക് വോട്ട് ചെയ്യുമെന്നത് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ സസ്പെൻസായി മാറും.